കശുവണ്ടി വ്യവസായത്തിൽ ഇറക്കുമതി ചുങ്കമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥയേ ഇല്ലായിരുന്നു. 2015 ഡിസംബർ 12-ാം തീയതി CEPCIയുടെ നേതൃത്വത്തിൽ, കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കൊല്ലത്തിൻ്റെ MP മുൻകൈയെടുത്ത് ഈ വ്യവസായത്തിൽ ഹവാല പണവും ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുന്നതുമായ പരിപാടികളാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം നേരിട്ട് പോയാണ് ഈ വ്യവസായത്തിലേക്ക് 105ഓളം വർഷം പഴക്കമുള്ള ഈ പരമ്പരാഗത വ്യവസായത്തിലേക്ക് അദ്ദേഹം ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അതിനുശേഷമാണ് കശുവണ്ടി വ്യവസായം നശിക്കുന്നത്. അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആൾ കൊല്ലത്തിൻ്റെ MP തന്നെയാണ്, ശ്രീ NK പ്രേമചന്ദ്രൻ തന്നെയാണ്. ഒരു 100 രൂപയുടെ തോട്ടണ്ടി വാങ്ങുമ്പോൾ ആ തോട്ടണ്ടിക്ക് 9 രൂപ 36 പൈസ, 109 രൂപ 36 പൈസയാവും ആ തോട്ടണ്ടിയുടെ വില. പക്ഷേ ആ 1 കിലോ കശുവണ്ടി തല്ലി കിട്ടുമ്പോൾ പ്രോസസ്സ് ചെയ്ത് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് മുതലാവാതെ വന്നാണ് കശുവണ്ടി വ്യവസായം നശിച്ചത്. അത് ESA ആനുകൂല്യവും PF ആനുകൂല്യവും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്ക് വ്യവസായം തകരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഫസ്റ്റ് തന്നെ അവിടെ തുടങ്ങി. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഇല്ലാതെ വരുന്നു. അപ്പോൾ ഈ വർക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ഇല്ലാതാവും. പക്ഷേ അതേസമയം കുറച്ച് റോ മെറ്റീരിയൽ മാത്രം വരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ ഇറക്കുമതി ചുങ്കം കൂടി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇറക്കുമതി ചുങ്കം കൂടി എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ 0 ടാക്സ് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും 10 രൂപ 9 രൂപ 36 പൈസ തൊട്ട് ടാക്സ് അധികം ആകുമ്പോഴത്തേക്ക് കൃത്യമായും നമ്മൾ 1 കിലോയും 2 കിലോയും അല്ല, 100 ടണ്ണ് 200 ടണ്ണോ 500 ടണ്ണോ 1000 ടണ്ണുമാണ് ഓരോ വ്യവസായികളും വാങ്ങി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിരുന്നത്. അപ്പോൾ കോടികളുടെ നഷ്ടമാണ് ഇതിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. അടുത്തൊരു കാര്യം, ഇപ്പോൾ ഈ പ്രേമചന്ദ്രൻ ഇത്തരത്തിലൊരു ഇറക്കുമതി ചുങ്കം കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രത്യേകമായ എന്തെങ്കിലും അജണ്ടകളോ വ്യക്തിപരമായ ആവശ്യങ്ങളോ ഉണ്ടോ? CEPCIയിലെ അന്നൊരു 5ഓളം വരുന്ന വ്യവസായികൾ മുൻകൈ എടുത്താണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടത് എന്നാണ് നമുക്കന്ന് കിട്ടിയിരുന്ന അറിവ്. ഒരു പ്രശ്നവുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു വ്യവസായത്തിലേക്കാണ് പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു 2016 ഫെബ്രുവരി 29-ന് ഇദ്ദേഹം മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു ഇറക്കുമതി ചുങ്കം കൊണ്ടുവരണം, ഹൈ ആയിട്ടുള്ള വളരെ വലിയ ഒരു നികുതി ഇതിനകത്ത് ഏർപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരുപക്ഷെ ഇത് തൊഴിലാളികളിലേക്ക് ഈ വിഷയം തൊഴിലാളികൾക്ക് അറിയില്ല. തൊഴിലാളികൾ നോക്കുമ്പോൾ ഒരു ഫാക്ടറി പൂട്ടുമ്പോൾ 200-ൽ പുറത്തും 300-ഓളം തൊഴിലാളികൾ വരുമ്പോൾ ആ മുതലാളി ആ വ്യവസായി ആ ഫാക്ടറി പൂട്ടി എന്ന് മാത്രമാണ് അവർക്കറിയാവുന്നത്. എങ്ങനെ പൂട്ടി എന്നുള്ള സത്യം ഇന്ന് വരെ തൊഴിലാളികൾക്ക് അറിയത്തില്ല. അത് അകത്ത് നിൽക്കുന്ന, അതായത് ഒരു വ്യവസായിക്ക് 10 മുതൽ 18% വരെ പലിശയാണ് ബാങ്കിന് അടയ്ക്കേണ്ടത്. പിന്നെ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസും മറ്റ് ഇതും ചേർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യവസായം നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വരും. ഇത് നമ്മൾ ഒരു 10 തവണയെങ്കിലും ഇദ്ദേഹത്തെ അറിയിക്കുകയും MP വഴി ഞാൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ഒരു 5 തവണയെങ്കിലും ഡൽഹിയിൽ പോവുകയും ഈ CEPCക്കെതിരെ ആദ്യമായി പരാതി കൊടുക്കുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന സംഘടനയാണ്. അവിടെ കൊടുത്തതും ഇത് തന്നെയാണ്. ഈ CEPC കൊണ്ട് വ്യവസായികളായ ചെറുകിട വ്യവസായികളും കശുവണ്ടി വ്യവസായികളായ ആർക്കും ഒരു ഗുണവുമില്ല. അതുകൊണ്ട് CEPC പിരിച്ചുവിടണമെന്ന് തന്നെയാണ് ഞങ്ങൾ അവിടെ മെസ്സേജ് കൊടുത്തേക്കുന്നത്. MPക്കോ MPയുടെ കുടുംബാംഗങ്ങൾക്കോ കശുവണ്ടി വ്യവസായത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള എവിടെയെങ്കിലുള്ള പങ്കുകളുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള പങ്കുകളോ കാര്യങ്ങളോ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും MPക്ക് എന്തെങ്കിലും ഗുണം വന്നിട്ടുണ്ടോ? ഈ അദ്ദേഹം 2015-ൽ ഈ ഹവാല പണം ഇവിടെ ഒഴുകുന്നു എന്ന്, കശുവണ്ടി മേഖലയിൽ ഹവാല പണം ഒഴുകുന്നു, ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിന് പിതൃസ്വത്തായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫാക്ടറി തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം ഇടമൺനില എന്ന പ്രദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കശുവണ്ടി വ്യവസായികളുടെ, ഇപ്പോൾ എന്നെപ്പോലുള്ള കശുവണ്ടി വ്യവസായികളുടെ അല്ലെങ്കിൽ മറ്റ് കശുവണ്ടി വ്യവസായികളുടെ കൈകളിൽ ഹവാല പണം ഉണ്ട് എന്ന് MP ഇത്രയും തറപ്പിച്ച് പറയുകയാണെങ്കിൽ ആ MPയുടെ ഫാക്ടറിയിലൂടെ എത്ര കോടി രൂപയുടെ ഹവാല പണം അദ്ദേഹം ഒഴുക്കിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം പുറത്തുവിടണം, കണക്ക് അദ്ദേഹം പുറത്തുവിടണം. കാരണം അദ്ദേഹം നികുതി പണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യവസായികളെ ഇത്രയും അടിച്ചമർത്തിയതിന് ശേഷം ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ഏകദേശം 2019 കൂടി അദ്ദേഹം ആ ഫാക്ടറി മറ്റൊരാളിന് സെയിൽ ചെയ്തപ്പോഴത്തേക്ക് അതും ഒരു കശുവണ്ടി മുതലാളിയാണ് വാങ്ങിയിരിക്കുന്നത്. ആ കശുവണ്ടി മുതലാളി ഇദ്ദേഹത്തിന് ഒരു പൈസ കൊടുക്കുമല്ലോ, ആ കൊടുത്ത പൈസ ഹവാല പണമാണോ അല്ലെങ്കിൽ ഏത് എമൗണ്ടിനാണ് അദ്ദേഹം ആ ഫാക്ടറി വിറ്റത് എന്ന് അദ്ദേഹം പുറത്തുവിടണം, കണക്കുകൾ പുറത്തുവിടണം. പിന്നീട് ഈ ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്ന സമയത്ത് അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ളത് താങ്കൾക്കറിയാം? ഇറക്കുമതി ചുങ്കം ഇപ്പോൾ ഇതിനാവശ്യമാണ്,
അവിടെ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും, അതായത് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, കേരളം 4 സംസ്ഥാനങ്ങളിൽ നിന്നും പോയ വ്യവസായികളുടെയും അവിടുത്തെ ജനപ്രതിനിധികളെയും മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഡൽഹിയിൽ നടത്തി എന്നുള്ളതാണ് പ്രത്യേകമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ള